സംസ്ഥാന ബജറ്റിൽ കർഷകരെ പൂർണ്ണമായും അവഗണിച്ചെന്ന് ആലപ്പുഴയിലെ കർഷകരെ ദ്രോഹിക്കുന്ന ബജറ്റാണിത്. നെല്ലിന്റെ താങ്ങുവില ഈ ബജറ്റിലും ഉയർത്തിയില്ല. ബജറ്റിലെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും തെരഞ്ഞെടുപ്പുകളിൽ കർഷക രോഷം പ്രതിഫലിക്കുമെന്നും നെൽകർഷക സംരക്ഷണ സമിതി പറഞ്ഞു. വിശാല കുട്ടനാട്ടിലെ നെൽകർഷകർ എന്നുള്ള നിലയിൽ ഞങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിച്ചത്. കാരണം ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറിൻ്റെ 5ാമത്തെ ബഡ്ജറ്റ്, ആദ്യത്തെ ബഡ്ജറ്റിൽ മാത്രമാണ് അദ്ദേഹം 20 പൈസ നെല്ലിൻ്റെ വർദ്ധിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് നൽകിയില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ച MSPയുടെ ആനുകൂല്യം ഏകദേശം 4 രൂപ 32 പൈസ ഉണ്ട്, പ്രിസൈസായിട്ട് പറഞ്ഞാൽ. ആ പൈസ ഞങ്ങൾക്ക് നൽകിയില്ല. ഈ അടുത്തിടെയാണ് IRC കൂലി വർദ്ധിപ്പിച്ചത്. ആ കൂലി വർധനവിൽ ഏകദേശം 1 ക്വിൻ്റൽ നെല്ലിൽ ശരാശരി ഞങ്ങൾക്ക് 85-നും 95-നും ഇടയിൽ രൂപ ഉൽപ്പാദന ചെലവായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ള 28 രൂപ 20 പൈസയിൽ നിന്ന് ആ IRC തീരുമാനം മൂലമുണ്ടായ കൂലി വർധനവ് കഴിച്ചാൽ 2735 രൂപയോളം ഞങ്ങളുടെ കൈവശം കിട്ടും. അപ്പം ഞങ്ങൾ കൂലി വർധനവെ വലിയ പരാധീനതയിലൂടെയാണ്, എന്നിരുന്നാലും കർഷക തൊഴിലാളികളുടെ കൂലി വർധനവ് വേണം, ആയിക്കോട്ടെ. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് നെല്ല് വില വർദ്ധിപ്പിക്കുമെന്നാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ MP ഉണ്ട്. ദേവൻ, നമുക്കറിയാം കർഷകർ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ ബജറ്റിൽ. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളൊക്കെ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിരാശയാണ് ഫലമെന്നാണ് പ്രതികരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിനെ കർഷകർ എല്ലാവരും തന്നെ കണ്ടിരുന്നത്. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ ഈ മേഖലയ്ക്ക് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത്. മാത്രമല്ല, കർഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ, നമുക്ക് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ നെൽ കർഷകർക്കായി അനുവദിച്ച് നൽകിയ താങ്ങുവില, നെല്ലിൻ്റെ സംഭരണ വിലയായി നൽകിയിട്ടുള്ള വില വർധനവ് ഇതുവരെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണമായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നെൽ കർഷകർക്ക് സംസ്ഥാനത്ത് ഉയർന്ന വിലയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ വില വർധനവ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നൊരു കാരണമാണ് അന്ന് സംസ്ഥാന സർക്കാർ ഈ കർഷകരോടായി പറഞ്ഞത്. എന്നാൽ ഈ ഒരു വർഷം പിന്നിടുന്നു ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദന ചെലവ് ഓരോ വർഷവും കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയും നെൽ കർഷകർക്കുള്ള അല്ലെങ്കിൽ തൊഴിലാളികൾക്കുള്ള കൂലി വർധനവ് അടക്കം ഈ മേഖലയിൽ നടപ്പിലാക്കിയിരുന്നു. ഇതിന് പുറമെയുള്ള മറ്റ് അനുബന്ധ ചെലവുകൾ കൂടി ഇപ്പോൾ കർഷകർക്ക് മേൽ വന്ന് പതിക്കുകയാണ്. ഈ ഉൽപ്പാദന ചെലവിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഭൂനികുതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർധനവും 50% ഇപ്പോൾ ഭൂനികുതിയിൽ വർധനവ് വന്നിരിക്കുന്നത്. ഇതും കർഷകർക്ക് മേലുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ കർഷകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നയങ്ങൾ ഈ ബജറ്റിൽ എടുത്തിരിക്കുന്നത് അത് തിരിച്ചടിയായിട്ടാണ് കർഷകർ വിലയിരുത്തുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ ഈ ബജറ്റിന് കഴിഞ്ഞില്ല എന്നും വിമർശനമുണ്ട്. വിവരങ്ങൾ നൽകിയത് ദേവൻ MP ആണ് ആലപ്പുഴയിൽ നിന്ന്.